ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മയണൈസ് പോളയുടെ വീഡിയോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മയണൈസ് പോളയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ മയണൈസ് പോള എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ വലിയൊരു സവാള ചെറുതായിട്ട് കുത്തിരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്, കടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് 1-2 ഒക്കെ എടുക്കാം, അപ്പോൾ ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതാ ചെറിയൊരു തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയ തക്കാളിയാണ് ചേർത്ത്, വലുതൊന്നും വേണ്ട, ചെറുതൊന്നും മതി. അപ്പോൾ അതും ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല, ഞാൻ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് മാത്രമാണ് ഞാൻ ഇതിൽ എരിവിന് പച്ചമുളക് കുരുമുളകാണ് ചേർക്കുന്നത്, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് ചെറുതായിട്ട് കൈവച്ചിട്ട് പിച്ചിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിൽ ചേർത്ത് കൊടുക്കണം, മിക്സിയിൽ അടിച്ചിട്ട് പൊടിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം ഇങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. ഒരു പോളയിലേക്ക് 3 മുട്ട എടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ പാൻ ഏത് ഇതിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂടാം കേട്ടോ. അപ്പോൾ എൻ്റേത് അത്ര വലിയ മോൾഡ് പാത്രമൊന്നും അല്ല, അതുകൊണ്ട് തന്നെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുക. പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു മുട്ട നന്നായിട്ട് ആ ഒരു പാലിലേക്ക് മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ബ്രെഡ് എന്ന് കറക്റ്റ് ഞാൻ പറയണില്ല. നമ്മൾ എടുക്കുക, കുറച്ച് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ആ ഒഴിവാക്കിയ ഭാഗം നമ്മൾ വെറുതെ കളയൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പൊടിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഓരോരുത്തരുടെ കയ്യിലുള്ള പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ബ്രെഡ് എടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു താഴെ ലെയർ മാത്രം വരാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഒന്ന് ജസ്റ്റ് ചൂടായ ശേഷം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്, എന്നാലും എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് അത് വരുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ഇതിൽ ലെയറായിട്ട് വെക്കണം. അപ്പോൾ ഓരോ ബ്രെഡ് പീസും എടുത്തിട്ട് നമ്മുടെ ഈ ഒരു എഗ്ഗ് മിക്സിൽ മുക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ മുറിച്ച് കൊടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ഒരു ബ്രെഡ് പീസ് വെച്ചിട്ട്. ഇങ്ങനെ പീസാക്കിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് അവിടെ വന്നോളും. അങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മളിത് മയോണൈസ് പോളയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മയോണൈസ് ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മയോണൈസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും മയോണൈസ് ഉണ്ടാക്കാറ്. ഉരുളക്കിഴങ്ങും മുട്ടയും ഓയിലൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഓയിൽ കുറച്ച് മതി. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ഓയിൽ ഒരുപാട് വേണ്ടേ.
പക്ഷേ ടേസ്റ്റിന് ഒരു മാറ്റമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയണൈസ് തന്നെയാണ്. അപ്പോൾ ഈ രീതി ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിൻ്റെ ലിങ്ക് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഞാൻ ആ മയണൈസ് കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മയണൈസ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ മയണൈസ് ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ രീതി ഉണ്ടാക്കിയെന്ന് മാത്രം അത് ജസ്റ്റ് നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ചൊന്ന് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മയണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ മുകൾ ഭാഗവും അതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ബ്രെഡ് മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തില്ലേ, അതേ രീതിയിൽ തന്നെ മുകൾ ഭാഗവും ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള എഗ് മിക്സ്ചർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്കി ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മല്ലിയില വെച്ച് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് വേറൊരു പാന് വെച്ചിട്ടാണ് അതിൻ്റെ മേലെയാണിത് വെക്കുന്നത്. അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഒരു തട്ടിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ നമുക്ക് അടിഭാഗം കരിഞ്ഞു പോകുന്നില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു ആൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. മുകൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ട് ഒട്ടാത്ത രീതിയിലാവുന്നവരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടോ, അത് കുറച്ച് പൊങ്ങി വന്ന് കണ്ടോ. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ നമുക്കിത് ബേക്കായിട്ടുണ്ടാവും. ഇനി മുകൾ ഭാഗം ഒന്ന് ഒരു ഡാർക്ക് കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് അതിലേക്കൊന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ അടിഭാഗം കണ്ടോ, ഞാൻ കമിഴ്ത്തി കൊടുത്തിട്ട് അടിഭാഗം ഒന്നിട്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ ഇത്. മയണൈസൊക്കെ ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പോൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം മാറ്റിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ അടിപൊളി പോളയാണ്. മയണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന രീതിയിലുള്ളൊരു പോളയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. Thank you.